ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ. എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഓണ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ മുല്ലപ്പ് വെക്കാൻ പോവാണ്. എനിക്ക് ചേട്ടനാണ് എപ്പോഴും മുല്ലപ്പ് വെച്ച് തന്നെ. അപ്പോൾ ചേട്ടനെ കൊണ്ട് വെപ്പിക്കാൻ പോവാണ്. അരിയാ ഷർട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്നെ കാണാൻ ഭയങ്കര കൊള്ളാല്ലേ, എനിക്കും ഇഷ്ടപ്പെട്ട് ഒരുങ്ങിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 7:50 ആയി. എനിക്ക് 8 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 8:30 ആകുമ്പോൾ സ്റ്റോപ്പിൽ ചെല്ലണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുവന്ന സ്റ്റോപ്പിലാക്കുമായിരിക്കാം, ചോദിച്ചു നോക്കാം. അപ്പോൾ ആക്കുമെങ്കിൽ ഇപ്പോൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസിങ് മൈ ഫ്രണ്ട്സ് ചെയ്തപ്പോൾ എൻ്റെ മിക്ക ഫ്രണ്ട്സിനെയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണിക്കാം. ഇന്നെല്ലാവരും, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിലെ, എൻ്റെ 4ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിക്കണേ കല്ലു ഗൗരി. അവൾക്കറിയത്തില്ല ഞാൻ ആദ്യം തന്നെ അവളെ പറ്റി പറയുമെന്ന്. അവളെ പ്രത്യേകം അവൾ എന്നോട് പറഞ്ഞത് അവൾ യൂണിഫോമിലൊന്നും പറഞ്ഞില്ല, അവൾ നല്ല ഒരു സ്പെഷ്യൽ എൻട്രി ആയിരിക്കും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ അവളെയൊക്കെ കാണിച്ചു തരാം, കുറേ പേരെ കാണിച്ചു തരാം. ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേദന എടുക്കണം. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ വെളിച്ചില്ലാത്തതാണ്, ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വിളിച്ചു തരാം. അല്ല, എൻ്റെ ലുക്ക് ഫുള്ള് ഞാൻ കാണിച്ചു തരാവേ. വെയിറ്റ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഫുൾ ലുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ നമ്മുടെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും, ഷോർട്ടായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ നടുക്ക് നേർത്തിട്ട് കിട്ടണത്. എങ്ങനെ ഉണ്ടെന്നും അറിയത്തില്ല. അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നാലേ അവരെ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എങ്ങനെ ഉണ്ട്, നല്ലതാണോ എന്ന്. അങ്ങനെ ചേച്ചിയും വീട്ടുകാരൊക്കെ അമ്മയൊക്കെ പറഞ്ഞു നല്ലതാണ്. പക്ഷെ എന്തായാലും ഫ്രണ്ട്സ് പറയുമ്പോഴല്ലേ നമുക്കൊരിത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈറ്റ് നിട്ടോട്ടെ. കണ്ടോ? അല്ലല്ല, ഞാൻ നോക്കട്ടെ. എനിക്ക് വീഡിയോ എടുത്തുതരാൻ ആരുമില്ല ഗൈസ്, അതാ പ്രശ്നം. വീഡിയോ എടുത്തു തരാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഫുൾ ലുക്ക് ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ കാണിച്ചു തരാം. വീഡിയോ എടുത്തു തരാനില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഫോണിൻ്റെ ബാക്ക് ക്യാമറ കൊണ്ടേക്കാനല്ല, ഫ്രണ്ട് ക്യാമറ മാത്രമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് ഞാൻ എടുക്കണം, അതാണ് കഷ്ടം. ഞാൻ നോക്കട്ടെ ഇവിടെ എങ്ങനെ വെച്ചെടുക്കാൻ പറ്റുമോ. പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ ഇതൊന്നും കഴിയുമല്ല. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ലുക്ക്. ഇന്നത്തെ ലുക്ക് ഇതാണ്. ഇത് ഞാൻ ഇന്ന് രാവിലെ ഈ ഡ്രസ്സ് ഞാൻ ഇന്ന് രാവിലെയാണ് പോയി തയ്ച്ച് മാമിയുടെ നിന്ന് വാങ്ങിച്ചത്. മാമിയാണ് എൻ്റെ അമ്മയുടെ അനിയൻ്റെ വൈഫാണ് മാമി. അപ്പം മാമിയാണ് എനിക്ക് തയ്ച്ച് തന്നത്. കൊള്ളാല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെയൊക്കെ തയ്പ്പിക്കുന്നത്. കണ്ടോ, ഈ പാവാട ഇത് അമ്മയുടെ സാരി, സെറ്റ് സാരി കൊണ്ടുള്ള പാവാടയാണ്. കാണാൻ പറ്റുമോ? സമയം 8 മണി. ഞാൻ ചോദിക്കട്ടെ ചേട്ടനോട്, കൊണ്ടാക്കിയോ അല്ലെങ്കിൽ ഞാൻ തന്നെ നടന്നു പോകണം. ഇതും വെച്ചുകൊണ്ട് ആ ചാലിലെ കൂടെയൊക്കെ നടക്കണ കാര്യത്തിനും ദേഷ്യം. നമുക്ക് ബാക്കിയുള്ള വീഡിയോ വഴിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. അത് ഞാൻ വോയിസ് ഓവർ ചെയ്തോളാം. ഇവിടെ വെച്ച് നല്ല ഇതായിരിക്കും.
ഗൈസ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 2ാമത്തെ തവണയാണ് ഡിലീറ്റ് ആക്കണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുവാണ്. കാരണം ഈ വടംവലി സീനിൽ നമുക്ക് അവിടെ പാട്ട് പ്ലേ ആകുന്നുണ്ട്. ആ പാട്ട് കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ 2ാമത്തെ തവണ ഡിലീറ്റ് ആക്കി. ആരും ഒന്നും വിചാരിക്കരുത്. ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്ത അവസാനം ഞങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞ ഗൗരി. ഗൗരി കല്ല് ഞാൻ പറഞ്ഞാൽ രാവിലെ ബ്ലോഗിൽ നിന്നെപ്പറ്റി നിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലേ. ഇതാണ് സ്പെഷ്യൽ എൻട്രി നടത്തുന്ന കല്ലു. ഇത് രമ്യ. രമ്യ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വ്ലോഗിൽ വരുന്നത്. ചേട്ടൻ നോക്കി പോകണം, പിള്ളേർ കൊട്ടാണ്. അപ്പോൾ ഈ പൊരി വെയിലത്ത് ഞങ്ങൾ പോകുകയാണ്. ഞങ്ങളപ്പം ഈ പൊരി വെയിലത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ശരിയെന്ന് ഞങ്ങൾ അർച്ചന ജയകുമാറിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യണം. വളർന്നു വരുന്ന ഒരു നല്ലൊരു യൂട്യൂബറാണ് അവള്. അവള് അടിപൊളിയാണ്. ഓണം അടിപൊളിയായിരുന്നു. ഭയങ്കര തിരക്കാണ് വയ്ക്കുമെന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ നിങ്ങളിത് ഇത് മാക്സിമം ഇത് എന്താണ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് തലവേദന എടുത്തിട്ട് ഒന്നിനും വയ്യ. എവിടെയെങ്കിലും ഇനി ഒന്ന് കിടക്കണം. നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ വടംവലിക്ക് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഫസ്റ്റ് അടിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ വടംവലിക്ക് നിന്നില്ലായിരുന്നു. വേറെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് തന്നു വെച്ചാൽ. പക്ഷെ അത് ഞങ്ങൾ ജയിച്ചില്ല. ചേച്ചിമാരാണ് ജയിച്ചത്. ഇത്തവണ ഞങ്ങൾ സീനിയേഴ്സ് ഞങ്ങളുടെ ലാസ്റ്റ് സ്കൂൾ ലൈഫിലെ ഓണമാണ്. സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഓണം. പിന്നെ അടിച്ചു പൊളിച്ച് നല്ല സദ്യയായിരുന്നു. നല്ല സദ്യ ഉണ്ടായിരുന്നു. സദ്യയുടെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വടംവലിയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് ടീച്ചർ എടുത്തു തന്നെ ഞങ്ങൾക്ക്. എന്നെ ചേട്ടൻ വന്ന് കൊണ്ടുവന്നു. ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് വെച്ചാൽ വെയിലെടുത്ത് കരിഞ്ഞു പോയി. ചേട്ടൻ വന്ന് കൊണ്ടുവന്ന കാരണം ഞാൻ നേരത്തെ വന്നു. അപ്പോൾ ശരി ഗൈസ്, ഇത്രയുള്ളൂ ഞങ്ങളുടെ സ്കൂൾ ഓണ സെലിബ്രേഷൻ വീഡിയോ. ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.